Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് നോക്കാം. ബീഡ്സ് എടുത്തിട്ട് റെഡും വൈറ്റ് കളറുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇയർ ഹുക്ക് വേണം. പിന്നെ കോർക്കാനായിട്ട് സൂചിയും നൂലും പിന്നെ നമുക്കൊരു കത്രികയും. ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൂചിയും നൂലും എടുക്കുക. നൂല് സൂചിയിൽ കോർക്കാം. അപ്പോൾ അതേപോലെ തന്നെ മുത്തിൻ്റെ ഉള്ളിലൂടെ കടക്കാൻ പറ്റുന്ന ചെറിയ സൂചി എടുക്കുക. അതുപോലെ നൂല് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എംഗാസ് വയർ, അതായത് ഫിഷിംഗ് വയർ ഉണ്ടല്ലോ, ആ ടൈപ്പ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് സൂചിയിൽ കോർത്ത ശേഷം ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 4mm സൈസ് വരുന്ന മുത്താണ് ഞാനിവിടെ 2 കളർ എടുത്തിരിക്കുന്നത്. ഈ 2 കളറിന് പകരം കൂടുതൽ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഫസ്റ്റ് 3 വൈറ്റ് കളർ മുത്ത് കോർത്തു, പിന്നെ ഒരു റെഡ് കളർ മുത്ത്. അതായത് ആദ്യം നമ്മൾ 4 മുത്താണ് കോർക്കുന്നത്. ഫസ്റ്റ് 3 ബീഡ്സ് വൈറ്റ് കളറും പിന്നെ ഒരു റെഡ് കളറും. ഈ 4 മുത്ത് കോർത്ത് കഴിഞ്ഞാൽ ഈ നൂലിൻ്റെ മറ്റേ അറ്റത്ത് കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമുക്കിതുപോലെ കെട്ടിട്ട് നല്ല ടൈറ്റ് ചെയ്യാം. 2-3 കെട്ടിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത ശേഷം ഈ കെട്ടിയതിൻ്റെ ചെറിയ അറ്റം ഉണ്ടാവുമല്ലോ, ആ നൂല് മാത്രം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ആ കുഞ്ഞറ്റം ഉണ്ടാവുമല്ലോ, അവിടെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫ്ലെയിമിൽ കാണിക്കാം. അതൊന്ന് ഉരുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നോളും. അല്ലെങ്കിൽ അഴിഞ്ഞൊന്നും വരില്ല. ഞാനങ്ങനെ ഉരുക്കിയില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വേണമെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് വയർക്ക് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ഫ്ലെയിമിൽ ലാസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ അത്രയും നമ്മൾ കെട്ടി നല്ല വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കി കോർക്കാം. അപ്പോൾ നമ്മൾ കോർത്ത് നിർത്തി അവിടെ നിന്ന് റെഡ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം സൂചി എടുക്കാൻ. അതായത് വൈറ്റ് കളർ മുത്തിൻ്റെയും റെഡ് കളർ മുത്തിൻ്റെ ഇടയിലാണ് നമ്മൾ കെട്ടിടുന്നത്. കെട്ടിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ കോർത്ത് തുടങ്ങുന്നത് റെഡ് കളർ മുത്തിൻ്റെ ഉള്ളിലൂടെയാണ്. അപ്പോൾ അതിൽ കൂടെ സൂചി എടുക്കുക. ഇനി നമ്മൾ 3 റെഡ് കളർ കോർക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ 4 മുത്ത് കോർത്തു, 3 വൈറ്റ് പ്ലസ് 1 റെഡ്. ഇപ്പോൾ നമ്മൾ 3 റെഡ് കളർ മുത്ത് മാത്രമാണ് കോർക്കുന്നത്. ഈ 3 മുത്ത് കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അത് എവിടെയാണോ കോർത്ത് നിർത്തിയിരിക്കുന്നത് അതേ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഈ റെഡ് കളർ മുത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നൂല് പോയി നമ്മൾ 3 മുത്ത് കോർത്തത്. വീണ്ടും നൂലിൻ്റെ മേലെ കൂടെ, അതായത് മുത്തിൻ്റെ മേലെ കൂടെ വന്ന് റൈറ്റ് സൈഡിൽ കൂടെ അതേ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ കോർത്ത് ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നടുവിൽ 4 റെഡ് കളർ മുത്ത് പോലെ ഈ ഒരു കറക്റ്റ് ഷേപ്പിൽ വരും. അപ്പോൾ അത് കോർത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന റെഡ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് സൂചി എടുക്കാം. എന്നിട്ട് 3 വൈറ്റ് കളർ മുത്ത് കോർക്കാം. അതായത് നമ്മൾ ആദ്യം 4 മുത്ത് കോർത്തു, 3 വൈറ്റ് ഒരു റെഡ്, പിന്നെ 3 റെഡ് കോർത്തു. ഇനി നമ്മൾ ഓരോ ഭാഗത്തും ഓരോ റെഡ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടിയ 3 വൈറ്റ് കളർ മുത്ത് വെച്ചിട്ടാണ് കോർക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ 3 വൈറ്റ് കളർ മുത്ത് കോർത്തു. അതിനുശേഷം ഏതാണോ നമ്മൾ ഏത് മുത്തിലാണോ കോർത്ത് നിർത്തിയിരിക്കുന്നത് അതേ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ വരുന്ന പോലെ നൂലെടുത്ത് കോർക്കുന്നു. നെക്സ്റ്റ് റെഡ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ പോവുക, വീണ്ടും 3 മുത്ത് കോർക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത റെഡ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് 3 മുത്ത് കോർക്കാം. ആ ഒരു ഓർഡറിലാണ് നമ്മൾ കോർക്കുന്നത്. നമ്മൾ 3 വൈറ്റ് കളർ മുത്ത് കോർത്തു. എന്നിട്ട് ഇപ്പോൾ കോർത്ത് നിർത്തിയിരിക്കുന്ന റെഡ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും കോർക്കുന്നു. അപ്പോൾ ഇതേ പാറ്റേണിൽ വേറെ, അതായത് റൗണ്ട് ഷേപ്പിൽ ഫ്ലവർ പോലെ വരുന്ന ഡിസൈൻ കമ്മലുകളെല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് നടുവിൽ 4 മുത്ത് വരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കോർത്ത് വരുമ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പ് കിട്ടുന്നത്. റെഡ് കളർ 4 മുത്തിന് പകരം നമ്മൾ 5 or 6 കോർക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് കിട്ടുന്ന ഷേപ്പ് മാറും. അത് കുറച്ച് റൗണ്ടിൽ പൂ പോലെ ഷേപ്പിലെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ഈ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 മുത്ത് വെച്ചിട്ട് കോർക്കുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന റെഡ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ 3 വൈറ്റ് കളർ മുത്ത് കോർത്ത് സൂചി അതിൽ കൂടി എടുത്തു. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്ന വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കാം. അതായത് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് വളഞ്ഞും ചരിഞ്ഞൊക്കെ ഇരിക്കും. കാരണം ആദ്യം കോർത്തപ്പോൾ കുറച്ച് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കില്ല. മുത്ത് വെയ്റ്റ്ലെസ് ആണ്. നല്ല വെയിറ്റുള്ള മുത്താണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കോർത്ത് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ചരിയാതെയൊക്കെ ഇരുന്നോളും. പക്ഷെ ഇത് വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റൗണ്ട് ഇതിന് ചുറ്റും ഒന്ന് കോർത്തിട്ട് ഈ അറ്റത്ത് എത്തുന്നവരെ ഒന്ന് കോർത്തെടുക്കാം. അപ്പം ഇത് വളയാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ഇരുന്നോളും. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നല്ല വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് വേണം ഓരോ പ്രാവശ്യം കോർക്കാൻ. ഇടയ്ക്ക് ലൂസായി പോയി പറഞ്ഞാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് വരുന്ന സമയത്ത് ഇടയിലൊക്കെ ലൂസാവും. അത് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോന്ന് കോർക്കുമ്പോൾ തന്നെ നന്നായി വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് വേണം കോർക്കാൻ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് അടിച്ച് ഇതിവിടെ എത്തി. ഇനി നമ്മൾ കോർക്കാൻ പോകുന്നത് ഒരു വൈറ്റ്, ഒരു റെഡ്, ഒരു വൈറ്റ്, അതായത് വൈറ്റ് പ്ലസ് റെഡ് പ്ലസ് വൈറ്റ്, അങ്ങനെ നമ്മൾ 3 മുത്താണ് ഇവിടെ കോർക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എവിടെയാണോ കോർത്ത് നിർത്തിയിരിക്കുന്നത് അത് ആ വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ സൂചി എടുത്തിട്ട് ഈ 3 മുത്തും അതിന് മുകളിൽ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന പോലെ നമ്മൾ കോർത്ത് നിർത്തുകയാണ്. ഇനി നമുക്ക് നൂല് ഏറ്റവും മുകളിൽ വരുന്ന സിംഗിൾ റെഡ് കളർ ഉണ്ടല്ലോ അതിൽ എത്തിക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ കോർത്തിരിക്കുന്ന വൈറ്റ് കളർ മുത്തുനിന്ന് അടുത്ത വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കുക, പിന്നെ റെഡ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക.
എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ആദ്യം നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കോർത്തെടുത്ത പോലെ രണ്ടാമത്തെ ഒരു ഇതേപോലെ ഇതേ ഷേപ്പിൽ ഒരു പീസ് കൂടി നമ്മൾ കോർത്ത് ഇവിടെ എടുക്കാൻ പോവാണ്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ കോർത്തു 4 മുത്ത് കോർത്ത് വീണ്ടും 3 റെഡ് കളർ മുത്ത് കോർത്തില്ല. അതേപോലെ തന്നെ ഇനി നമ്മൾ 3 റെഡ് കളർ മുത്ത് കോർക്കുക. വീണ്ടും ഇതേ ഇപ്പോൾ നമ്മൾ കോർത്തോ അതേ പ്രൊസീജിയർ തന്നെയാണ്, പക്ഷെ ഞാനൊന്ന് ഫാസ്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ 3 കോർത്ത് വീണ്ടും നമ്മൾ കോർത്ത റെഡ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് ടൈറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ നമുക്ക് 4 റെഡ് കളർ കിട്ടുമല്ലോ. പിന്നെ ഓരോ റെഡ് കളറിലും ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമ്മൾ വൈറ്റ് കളർ മുത്ത് 3 വെച്ചിട്ട് 4 ഭാഗത്തും കോർക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ആദ്യം കിട്ടിയ പോലെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബ്ലോക്ക് കൂടി നമുക്ക് ഇതിന് മുകളിൽ കിട്ടും. അപ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള കമ്മൽ വേണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ ചെയ്തിട്ട് നിർത്താം, അല്ലെങ്കിൽ 2 സ്ക്വയർ ചെയ്തിട്ട് നിർത്താം. ഞാനിവിടെ 3 സ്ക്വയർ വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ റെഡ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തു, അതായത് 3 മുത്ത് കോർത്തു, വീണ്ടും അതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. പിന്നെ വീണ്ടും നെക്സ്റ്റ് റെഡ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ പോവുക, 3 വൈറ്റ് കളർ മുത്ത് കോർത്തിട്ട് ഇതേപോലെ തന്നെ അതേ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുത്തിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. പിന്നെ ഞാനിവിടെ 3 സ്ക്വയറിൻ്റെ ഉള്ളിലും സെയിം കളർ ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് കോർക്കാം. അതായത് ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ റെഡ് കളർ എടുത്തെങ്കിൽ നെക്സ്റ്റ് വണ്ണിൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഒന്നിൽ വേറെ കളർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഡബിൾ കളർ അല്ലാതെ സിംഗിൾ കളർ മാത്രം കോർക്കാം. അല്ലെങ്കിൽ നടുവിലൊരു കളറ് ചുറ്റും വരുന്ന വൈറ്റ് കളർ മുത്തിൻ്റെ അവിടെ കളർ മിക്സ് ചെയ്തിട്ട് കോർക്കാം. അപ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കോസ്റ്റ്യൂമിനനുസരിച്ചിട്ട് നമുക്ക് ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഈ ഒരു സ്ക്വയർ ചെയ്തു, അതിനുശേഷം വീണ്ടും ഇതിൻ്റെ ചുറ്റും നമ്മളൊന്ന് കോർത്ത് നമ്മൾ എവിടെയാണോ മുകളിൽ വരുന്നത് അവിടെ വരുന്നത് വരെ ചുറ്റും ഒന്ന് കോർത്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളയാതെയും ചരിയാതെയൊക്കെ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഒരു റൗണ്ട് ഇതിട്ട് മേലെ കൂടെ ഒന്ന് വൈറ്റ് കളർ മുത്തുകളുടെ ഉള്ളിൽ കൂടെ തന്നെ കോർത്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ക്വയർ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ചെയ്യാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, 2 മതിയെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് ഹുക്ക് കോർക്കാം, അല്ലെങ്കിൽ അതായത് ഇതുപോലെ നമുക്ക് ജംബറിങ്ങിൽ കോർത്തിട്ട് ഹുക്ക് കോർക്കാം. ഇത്രയും വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു സ്ക്വയർ കൂടി കോർക്കുന്നുണ്ട്. ഇതേ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ഒന്നുകൂടി കോർക്കാം. അപ്പോൾ 3 കോർക്കുമ്പോൾ നമ്മൾ 3 കോർത്ത് അതിൻ്റെ മുകളിലാണ് ഹുക്ക് കോർക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ക്വയർ കോർത്ത് അതിന് മുകളിൽ ഇതുപോലെ 2 വൈറ്റ് കളർ മുത്തും 1 റെഡ് കളർ മുത്തും കോർത്തിട്ട് അത് 3 കോർത്തിട്ട് നമ്മൾ നിർത്തില്ലേ, അത്രയും വെച്ചിട്ടാണെങ്കിൽ നിർത്തിയാലും നല്ല ഭംഗി ഉണ്ടാവും കമ്മൽ. ഞാൻ എപ്പോഴും ചെറിയ കമ്മലുകൾ, ചെറിയ നെക്ലസ് എല്ലാം ചെറിയ ഡിസൈൻസാണ് ചെയ്യാറ്. ഈസി ആയിട്ടുള്ളത് തന്നെയാണ് എല്ലാ ഡിസൈൻസും എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കമ്മൽ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്ത ചോക്കറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ സ്ക്വയറും ചെയ്തെടുത്തു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതുപോലെ റൗണ്ടിലൊന്ന് കോർത്ത് വരിക. കോർത്ത് കഴിയുമ്പോൾ 3 സ്ക്വയറുകളും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അതിനുശേഷം 2-3 കെട്ടൊക്കെ ഇട്ട് നല്ല വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം എക്സ്ട്രാ വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ഉരുക്കി വെക്കാം. അപ്പോൾ നൂല് ലാസ്റ്റ് ആകുമ്പോഴേക്കൊന്ന് ഷോർട്ടായി പോയി. അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2-3 കെട്ടൊക്കെ ഇട്ട് നല്ല ടൈറ്റ് ചെയ്ത് കറക്റ്റ് ലെങ്ത്തായിരുന്നു എടുത്തത്. അപ്പോൾ അതെല്ലാം ഒന്ന് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജംബറിങ് ഏറ്റവും മുകളിൽ വരുന്ന വൈറ്റ് കളർ മുത്തിൽ കോർത്ത ശേഷം ഹുക്കും അതിൽ തന്നെ കോർക്കുക. ജംബറിങ്ങിൽ ഹുക്ക് കോർത്ത ശേഷം വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിലൂടെ ഈ വട്ടക്കണ്ണി കോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മൽ ഇവിടെ റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കമ്മൽ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോസ് എല്ലാം ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കട്ടെ. പിന്നെ ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.